കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ബഡ് ചെയ്തേക്കുന്ന കുരുമുളകാണ്. ഇത് ബഡ് ചെയ്തിട്ട് കണ്ടോ, ഈ ബഡ് ഉണങ്ങിപ്പോയതാണ്. ഇങ്ങനെ ഉണങ്ങിപ്പോകുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് വെച്ച് നമുക്ക് കണ്ടിക്കുക. ഇതിൻ്റെ താഴത്ത് വെച്ച് ഒരേ ലെവലിൽ കേട് ഉള്ള ഭാഗം മൊത്തം കണ്ടിച്ച് കളയണം. നല്ല ലെവലിൽ ഇതുപോലെ കണ്ടിച്ചു, കേടൊന്നും ഇല്ലെന്ന് ഓക്കെ ആക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്തു. നമ്മൾ ബഡ് ചെയ്യേണ്ട കുരുമുളക് നമ്മൾ എടുത്ത് കയ്യിൽ ഇതാണ് നമ്മൾ ബഡ് ചെയ്യേണ്ട കുരുമുളക്. ഇത് നമ്മളെടുത്തു, നമ്മളിതിൻ്റെ അറ്റമൊക്കെ കറക്റ്റാക്കി എടുത്തു. നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചീവി രണ്ട് സൈഡും ഒരേപോലെ ചീവി റെഡിയാക്കുക. അതിന് ശേഷം നമ്മളിത് ഇതിലോട്ട് ഇറക്കി വെക്കുന്നു. ഇതുപോലെ നല്ല സെറ്റായിട്ട് വെക്കുന്നു. നമുക്കിതുപോലെ ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്ന ബഡിൻ്റെ ആപ്പാണ്. പോലെ ഒരു ബഡിൻ്റെ കുറച്ച് നീട്ടിയെടുക്കണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബഡ് ചെയ്യുന്നത് മഴയുള്ള സമയത്തായ കാരണം ഇത് നന്നായിട്ട് നമ്മളിത് വലിഞ്ഞ് മുറുക്കി കെട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാനും ബഡിങ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ബഡിങ് പോകാനത് കാരണം നമ്മളൊരു ഒത്തിരി ചെയ്യുമ്പം ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ഇതുപോലെ പോവും. നമ്മൾ നന്നായിട്ട് വലിച്ച് മുറുക്കി ബഡ് കെട്ടണം. ഇതുപോലെ മുകളിലോട്ട് കെട്ടിയേക്കണം. നമുക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മുകളിലോട്ട് 1-2 പ്രാവശ്യം കെട്ടണത്. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നീണ്ടു വരും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് മുറുക്കി കെട്ടുക. പിന്നെ ബഡിൻ്റെ ആ ഭാഗം നന്നായിട്ട് വരിഞ്ഞ് മുറുകുക. ഇതേപോലെ എടുക്കുക. മുറുക്കുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇങ്ങനെയാണ് നമ്മൾ തിപ്പല്ലിയിൽ കുരുമുളക് ബഡ് ചെയ്യുന്നത്. ഓക്കെ.